രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ജാതി സെൻസസിനെ കുറിച്ചാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങാനിരിക്കെ സർക്കാർ ജാതി സെൻസസ് പ്രഖ്യാപിച്ചതിലെ നെല്ലും പതിരും തിരയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. എന്നാൽ 2021 പൊതു സെൻസസ് എന്ന് നടക്കുമെന്ന് ഇനിയും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ചുരുക്കത്തിൽ എന്ന് നടക്കുമെന്ന് വ്യക്തമില്ലാത്ത സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസ് നടക്കുമെന്നാണ് പ്രഖ്യാപനമുള്ളത്. 2018 ഇങ്ങനെ ജാതി സെൻസസ് പ്രഖ്യാപനം ഉണ്ടായത് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നതിലെ ഗുണങ്ങൾ പലതുണ്ട്. പഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചർച്ച ദുർബലപ്പെടുത്താനാകും. രണ്ടാമത്തേത്, ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജാതി സെൻസസ് ചർച്ചയാക്കുന്നത് തടയാനാകും. അതല്ലാതെ സർക്കാർ പറയുന്നത് പ്രകാരം സാമൂഹ്യ പ്രതിബദ്ധത കാരണമാണ് ജാതി സെൻസസ് പ്രഖ്യാപനമെങ്കിൽ അത് എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് സർക്കാർ ജാതി സെൻസസിലേക്ക് എത്തിയത് എങ്കിലും അതിന് തക്കതായ സമ്മർദ്ദം ചെലുത്തിയതിന്റെ നേട്ടം പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് അവകാശപ്പെടാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തെലങ്കാനയിൽ ജാതി വിവരങ്ങൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി രാഹുൽ ഗാന്ധി ഈ ആവശ്യത്തിന് പുറകെ തന്നെയുണ്ടായിരുന്നു. രാഹുലിന്റെ നിരന്തരമുള്ള ആവശ്യത്തെ പരിഹസിച്ചവർക്കും കാര്യമില്ല എന്ന് നിസ്സാരവൽക്കരിച്ചവർക്കുമെല്ലാമുള്ള മറുപടിയായിരുന്നു ഇത്. പ്രതിപക്ഷം ഉയർത്തിയ ആവശ്യത്തിനൊപ്പം തന്നെ JDUവും LJPയും ഈ ദിശയിൽ സ്വരമുയർത്തിയതോടെ മോദി സർക്കാരിന് ജാതി സെൻസസ് പ്രഖ്യാപിക്കാതെ തരമില്ല എന്നായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ ജാതി സെൻസസ് എന്ന ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ വിജയമായി സർക്കാർ പ്രഖ്യാപനത്തെ അവതരിപ്പിക്കുമ്പോൾ UPA സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് കാട്ടിയ വിമുഖതയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെറ്റായ സർവേകളുമാണ് BJPയുടെ മറുപടി. ജാതി സെൻസസ് ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ പിന്നോക്കക്കാർക്ക് അവസരം കിട്ടില്ല എന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഉന്നത പദവികളിൽ ദലിതനോ OBC-കാരനോ ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് രാഹുലിന് മോദി നൽകിയിരുന്ന മറുപടി തിരുത്തേണ്ടി വന്നിരിക്കുന്നു എന്നതും വ്യക്തം തന്നെയാണ്. ദരിദ്രർ, യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിങ്ങനെ 4 ജാതിയെ തനിക്ക് ഉള്ളൂ എന്നായിരുന്നു രാഹുലിന് മറുപടിയായി ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. ജാതി സെൻസസിന്റെ കാര്യത്തിൽ രാജ്യത്ത് വേണ്ടത് ജനങ്ങളുടെ സർവേയാണെന്നും അല്ലാതെ ഉദ്യോഗസ്ഥ സർവേ അല്ല എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. 11 വർഷം ജാതി സെൻസസിനെ എതിർത്ത മോദിയെ ഇതിന് പ്രേരിപ്പിച്ചത് തങ്ങളുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞ രാഹുൽ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സമയക്രമം സർക്കാർ വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ അതോ പഹൽഗാം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ ഇപ്പോഴത്തെ പ്രഖ്യാപനമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് നേരിടുകയുമായിരുന്നു. എനിക്കറിയില്ല, അനുമാനം നടത്തുന്നത് മാധ്യമങ്ങളാണല്ലോ, ഞാൻ ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകാറില്ല. ഏതായാലും വലിയ ചുവടാണ് സർക്കാരിൻ്റെത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. സർവേ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസിന്റെ വൈദഗ്ധ്യം ആവശ്യമെങ്കിൽ സർക്കാരിന് നൽകാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ സംവരണമാണ് അടുത്ത പടിയെന്നും 50% സംവരണ പദ്ധതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. പട്ടിക വിഭാഗങ്ങളുടെ കണക്കാണ് ജാതി തിരിച്ച് സെൻസസിനൊപ്പം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടനാ സ്വപ്നം കണ്ടിരുന്നതിലാണെന്ന് പറയപ്പെടുന്നു. ജാതി സെൻസസ് ആശയത്തോട് കോൺഗ്രസ് യോജിച്ചിരുന്നില്ല ആദ്യമൊന്നും തന്നെ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1980 ഡിസംബർ 31 BP മണ്ഡലത്തിൽ അധ്യക്ഷനായ 2ാം പിന്നോക്ക വിഭാഗ കമ്മീഷനായ രാഷ്ട്രപതിക്ക് നൽകിയ റിപ്പോർട്ടിൽ സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസും നടത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു. റിപ്പോർട്ട് അന്ന് നടപ്പായില്ല. മണ്ഡൽ പ്രക്ഷോഭം കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തിരുന്നു. 2ാം UPA സർക്കാരിന്റെ കാലത്ത് RJDയും സമാജ്വാദി പാർട്ടിയും JDUവും ജാതി സെൻസസ് ആവശ്യപ്പെട്ടിരുന്നു. സെൻസസിനൊപ്പം തന്നെ ജാതി കണക്കെടുപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി P. ചിദംബരം അന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ മറ്റു കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിന് 2010 കോൺഗ്രസ് തയ്യാറായത്. എന്നാൽ UPA ഭരണകാലത്ത് ജാതി സെൻസസ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. മോദി സർക്കാരിന്റെ കാലത്തും നടപടിയുണ്ടായിട്ടില്ല. പകരം കണക്കെടുപ്പിലെ വിവരങ്ങൾ കുറ്റമറ്റ എന്ന നിലപാടാണ് സർക്കാരിന് ഉണ്ടായിരുന്നത്. 2018 ഓഗസ്റ്റ് 31 അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസ് വേണമെന്ന് പ്രസ്താവിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനത്തിന്റെ ഗൗരവമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. ജാതി സെൻസസ് നടത്തേണ്ടതില്ല എന്ന നയപരമായ തീരുമാനമാണ് അന്ന് സർക്കാർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജാതി സെൻസസിനെ മുദ്രാവാക്യമാക്കി മാറ്റിയപ്പോൾ ഹിന്ദുക്കളെ വിഭജിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും മുസ്ലിങ്ങളുടെ അവകാശവും നഷ്ടപ്പെടുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജാതി സെൻസസിന് മോദി സർക്കാർ തീരുമാനിക്കുമ്പോൾ ഫലത്തിൽ പഴയ നിലപാടുകൾ BJPക്കെതിരെ ചോദ്യമാവുക സ്വാഭാവികം തന്നെയാണ്.